പോലീസ് ഉദ്യോഗസ്ഥരുടെയടക്കം ടെലിഫോൺ ചോർത്തലിൽ മുൻ MLA PV അൻവറിനെതിരെ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യമല്ലാത്തതിനാൽ നടപടിയെടുത്തില്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ വിശദീകരണം. മലപ്പുറം DYSP നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയതെന്നാണ് സർക്കാർ അറിയിച്ചത്. ഇതോടെ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിട്ടു. ടെലിഫോൺ ചോർത്തലിൽ PV അൻവറിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കൊല്ലത്തെ പ്ലാന്ററും വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രൻ്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയിട്ടും PV അൻവറിനെതിരെ കേസെടുക്കാത്തതെന്തെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ വിശദീകരണം തേടിയിരുന്നു. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താസമ്മേളനത്തിൽ PV അൻവർ താൻ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പർ ചോർത്തിയിട്ടുണ്ടെന്നും തെളിവുകൾ ശേഖരിക്കാനായി കുറേ പണം ചെലവാക്കിയെന്നും വെളിപ്പെടുത്തിയിരുന്നു. നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയതിന് PV അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ നടപടിയില്ലാതായതോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഫോൺ ചോർത്തൽ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അതേസമയം ഫോൺ ചോർത്തലിൽ തോമസ് K പീലിയാനിക്കലിൻ്റെ പരാതിയിൽ PV അൻവറിനെ പ്രതിയാക്കി കോട്ടയം കറുകച്ചാൽ പോലീസ് കേസെടുത്തിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ. CBI അന്വേഷണത്തിൽ നിന്നും അൻവറിനെ രക്ഷിക്കാനാണ് മലപ്പുറം പോലീസ് കേസെടുക്കാത്തതെന്ന് ഹർജിക്കാരനായ മുരുകേഷ് നരേന്ദ്രൻ ആരോപിച്ചു. കേസ് വേനലവധിക്കു ശേഷം മെയ് 22 ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പോലീസിൻ്റെ വയർലെസ് സന്ദേശം ചോർത്തിയെന്ന് PV അൻവർ നൽകിയ പരാതിയിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സക്കറിയക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിരുന്നു. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ അടക്കം നടത്തുന്ന കേരള പോലീസിൻ്റെ പ്രത്യേക സേനാ വിഭാഗമായ മലപ്പുറം അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങളും അൻവർ പത്രസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. പണം ഞങ്ങൾ തരും. 5 സേനാംഗങ്ങളുടെ പേര് വിവരങ്ങളും ഔദ്യോഗിക രേഖകളും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും ദേശസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ പോലീസിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്നും ശേഖരിച്ച് സേനാംഗങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പരസ്യപ്പെടുത്തിയെന്ന് SOG സൂപ്രണ്ട് ഫറാഷ് IPS മലപ്പുറം SPക്ക് കഴിഞ്ഞ ഒക്ടോബർ 3 പരാതി നൽകിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പിൽ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അടക്കം ചുമത്തി PV അൻവറിനെതിരെ മഞ്ചേരി പോലീസ് ക്രൈം നമ്പർ 1316/24 ക്രൈം നമ്പർ 1316 ആയി കേസെടുത്തിരുന്നു. ഈ കേസിലും 5 മാസമായിട്ടും ഒരു നടപടിയുമുണ്ടായില്ല.